ഇന്ന് പള്ളി കൂദാശ കാലത്തിൻ്റെ ഒന്നാം ഞായർ. ഓരോ പരിശുദ്ധ കുർബാനും നമ്മൾ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനും ദൈവത്തെ ഏറ്റുപറയുന്നത് ഈ സ്വർഗീയ ആരാധനയുടെ അനുഭവത്തെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചിലമ്പുന്ന കൈത്താളമോ മുഴങ്ങുന്ന ചേങ്ങലയോ ആകട്ടെ, സ്നേഹമില്ലെങ്കിൽ എന്ത് കാര്യം? പൗലോസ്ലീഹായെ പോലൊരു ജീനിയസ്. എനിക്ക് അത്ഭുതമാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വൈഡ് റേഞ്ചിലുള്ള ടീച്ചിങ് തരാൻ പറ്റുന്നത്? വത്തിക്കാൻ്റെ എംബ്ലത്തിലൊക്കെ അല്ലെങ്കിൽ റോമിൻ്റെ ചിഹ്നങ്ങളിലൊക്കെ എന്തുണ്ട്? താക്കോലുണ്ട്. താക്കോല് അതോറിറ്റിയെ സൂചിപ്പിക്കുന്നു. നോക്കിക്കേ, പഴയ നിയമത്തിൽ പ്ലേസ്, സുവിശേഷത്തിൽ പേഴ്സൺ, ആൻഡ് ഇൻ ദ ലെറ്റേഴ്സ് അത് പീപ്പിൾ. ദൈവജനം ദേവാലയമാകുന്നു. ആ ദേവാലയത്തെ ചേർത്ത് പിടിക്കുന്ന ഫാക്ടർ ലവ്, സ്നേഹമുണ്ടാകണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ 2 ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ. ഒന്നാം വായന പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളും. രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം കൊറിന്തോസർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് പള്ളി കൂദാശ കാലത്തിൻ്റെ ഒന്നാം ഞായറാണ്. ആരാധനാ വത്സര കാലങ്ങളിലെ അവസാന കാലമായ പള്ളി കൂദാശ കാലം. ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ പിതാവിന് സമർപ്പിക്കുന്ന തിരുസഭയുടെ കൂദാശ മഹത്വീകരണം നടക്കുന്നതിനെ അനുസ്മരിക്കുന്ന, ആഘോഷിക്കുന്ന കാലം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 4 ആഴ്ചകളിൽ തിരുസഭയുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും നമ്മളേറെ കേൾക്കുക. സഭാവിഷയങ്ങൾ, എക്ലേസിയൽ ഡൈമെൻഷൻ ഓഫ് അവർ ഫെയ്ത്ത്, അതായിരിക്കും കൂടുതൽ ധ്യാനിക്കുക. ആരാധനാ വത്സര കാലങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും പല ആവർത്തി ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി. മേ ബി നമ്മുടെ ആൽബ് എപ്പിസോഡിൽ, ആസ്ക് ലേൺ ആൻഡ് ബിലീവ് എപ്പിസോഡിൽ ഒരു പഠനം നമ്മൾ ആരാധനാ വത്സര കാലങ്ങളെക്കുറിച്ച് നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. വായനകൾ എടുക്കാം. ഇന്നത്തത് സുന്ദരമായൊരു യാത്രയുണ്ട്. ഈ പുറപ്പാട് പുസ്തകം, യെശയ്യാ പ്രവാചകൻ്റെത്, കൊറിന്തോസുകാർക്കുള്ള ലേഖനം, മത്തായി സുവിശേഷങ്ങളിലൂടെ ഒരു നല്ല ബിബ്ലിക്കൽ തീമിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്ന് ഓരോ ഭാഗവും വെച്ച് പറയാം, അതിന് ശേഷമാണ് അവസാനം ആ ത്രെഡ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ എടുക്കണം, എന്നോടൊപ്പം പഠിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായം 40-ാം അധ്യായം പുറപ്പാട് കൺക്ലൂഡ് ചെയ്യുകയാണ്. 40 ആണ്ടുകൾ എടുത്ത് നടത്തുന്നൊരു യാത്രയാണ് പുറപ്പാട് പുസ്തകത്തിന് 40 അധ്യായങ്ങൾ എന്ന് ഓർക്കുക. അതിൻ്റെ അവസാന ഭാഗം 17-ാം വാക്യം തൊട്ട് 29-ാം വാക്യം വരെയും, പിന്നെ കർത്താവിൻ്റെ സാന്നിധ്യം എന്ന തലക്കെട്ടിൽ കിടക്കുന്ന 34-ാം വാക്യം തൊട്ട് 34 തൊട്ട് 38 വരെ ഗൗരവത്തോടെ വായിക്കണം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം, ഷക്കീന എന്ന വാക്കാണ്, ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മേഘം അതിനെ ആവരണം ചെയ്തു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടത്. മേഘം ഉയർന്നില്ലെങ്കിൽ ദേ വിൽ റിമെയിൻ ദെയർ. എന്നിട്ട് രാത്രി ഈ മേഘം കത്തും, അപ്പോൾ അത് വെളിച്ചമായിട്ട് മാറും. പകല് അതിനെ പൊതിഞ്ഞു നിൽക്കും. ഇതാണ് നമ്മൾ വായിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നറിയാമോ? പുറപ്പാട് പുസ്തകം അവസാനിക്കുന്നത് വാഗ്ദാന ദേശത്ത് എത്തിയിട്ടല്ല, പ്രോമിസ്ഡ് ലാൻഡ്, കാനാൻ ദേശത്ത് എത്തിയല്ല ഇതിൻ്റെ ക്ലൈമാക്സ്. തീർച്ചയായിട്ടും ഒരു സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലൈമാക്സ് എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. പുറപ്പാട് പുസ്തകം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ക്ലൈമാക്സിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇവർ അവിടെ ചെന്ന് കയറുമെന്ന് വിചാരിക്കും. പക്ഷേ ക്ലൈമാക്സ് പ്രോമിസ്ഡ് ലാൻഡ് അല്ല, വാഗ്ദാന ദേശമല്ല, മറിച്ച് ദൈവം മനുഷ്യരോടുകൂടെ ഇറങ്ങി വരികയാണ്. ഗോഡ്സ് ഇൻഡ്വെല്ലിങ് വിത്ത് ഹിസ് പീപ്പിൾ, ദൈവം ഇറങ്ങി വരുന്ന കാഴ്ച. അപ്പോൾ അതാണ് ക്ലൈമാക്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാഗ്ദാന ദേശമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം ജനം അനുഭവിക്കുന്നു. ഷക്കൈന, ദൈവം പറഞ്ഞതുപോലെ സമാഗമ കൂടാരം ഒരുക്കി കഴിഞ്ഞപ്പോൾ അനുസരിച്ച ഒരു ജനത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യം സമ്മാനമായി നൽകപ്പെടുകയാണ്. ഇവിടെ ഈ ക്ലൗഡ് വാഗ്ദാന പേടകത്തെ
ഈ മേഘം പൊതിഞ്ഞു എന്ന് പറയുന്നില്ലേ, മേഘം പൊതിഞ്ഞു. എന്താ ഇത് കാണിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ ട്രാൻസെൻഡൻസ് ആണ്. എന്ന് വെച്ചാൽ മിസ്റ്ററി ആസ്പെക്റ്റ്. ദൈവം രഹസ്യമാണ്. ദൈവീകമായ ഒരു രഹസ്യത്തിൻ്റെ മാനത്തെ ഹൈലൈറ്റ് ചെയ്യാണ് വാഗ്ദാന പേടകത്തെ പൊതിഞ്ഞ മേഘം. പണ്ട് ഞാൻ യൗസേപ്പ് എപ്പിസോഡ് ചെയ്തപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് ഫോളോ ചെയ്തവർ ഓർക്കുന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ വാഗ്ദാന പേടകത്തെ പൊതിഞ്ഞ് ഒരു മേഘം നിൽക്കുന്നത് പോലെയാണ് യൗസേപ്പ് മറിയത്തിനോടൊപ്പം നിന്നതെന്ന്. യൗസേപ്പിനെ മേഘമെന്ന് അന്ന് ഞാൻ വിശേഷിപ്പിച്ചായിരുന്നു. വാഗ്ദാന പേടകത്തിനുള്ളിലെ രഹസ്യത്തെ മറയ്ക്കുന്ന, ഈശോയുടെ കന്യകാജന്മത്തെ പൊതിഞ്ഞു പിടിക്കുന്ന മേഘമാണ് യൗസേപ്പ് എന്ന് അന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മിസ്റ്ററി ആസ്പെക്റ്റാണ് ഈ മേഘം. അപ്പോൾ ഇൻഡ്വെല്ലിംഗ് ഗ്ലോറിയോ, ദൈവത്തിൻ്റെ മഹത്വം ഇതിനിടയിൽ വസിക്കുന്നത്, അത് ദൈവത്തിൻ്റെ ഇമ്മനൻസ്, നമ്മോടൊപ്പമാണ്. അത് ഈ രണ്ട് ആസ്പെക്റ്റും, ഇമ്മനൻസ് ആൻഡ് ട്രാൻസെൻഡൻസ്. ദൈവം നമ്മോടൊപ്പമുണ്ട്. ദൈവം നമ്മോടൊപ്പം ഉള്ളത് ദൈവത്തിൻ്റെ ഈ കരുണയാണ് നമ്മോടൊപ്പമായിരിക്കുന്നത്. ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ട് ദൈവത്തെ നമുക്ക് പൂർണ്ണമായും മനസ്സിലായെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് എന്തുണ്ട്? ട്രാൻസെൻഡൻസ്, ഒരു മിസ്റ്ററി ആസ്പെക്റ്റും ഉണ്ട്. അത് കൃത്യം റിവീൽ ചെയ്യപ്പെടുകയാണ് ഈ വാഗ്ദാന പേടകത്തെ സംബന്ധിച്ച്. മേഘം ട്രാൻസെൻഡൻസ്, മിസ്റ്ററി. ഈ സാന്നിധ്യം ഇമ്മനൻസ്, കരുണ, മേഴ്സി എന്ന് ഓർക്കുക. അതായത് നമ്മൾ കൂദാശകളെക്കുറിച്ച് പറയത്തില്ലേ, അദൃശ്യമായ കൃപാവരത്തിൻ്റെ ദൃശ്യമായ അടയാളമെന്ന്. അപ്പോൾ ഈ വാഗ്ദാന പേടകം ഒരുങ്ങുകയാണ്, അതിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് സഭയിൽ കൂദാശകൾ എന്ത് നടക്കുന്നോ അതിൻ്റെ ഒരുക്കം നടക്കുകയാണ്. ഇൻവിസിബിൾ ഗോഡിൻ്റെ വിസിബിൾ പ്രസൻസ് ആണ് ഏത്? വാഗ്ദാന പേടകം, സമാഗമ കൂടാരം. അദൃശ്യനായ ഒരു ദൈവത്തെ ദൃശ്യമായി ജനം അനുഭവിക്കുന്ന ഇടമാണ് ഈ വാഗ്ദാന പേടകം. വിസിബിൾ സൈൻ ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മനുഷ്യൻ ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വീടെന്നല്ല ഇതിനെ കരുതേണ്ടത്. അങ്ങനെ കരുതി കളയരുത്. മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഒരു വീടൊരുക്കി അല്ല. ദൈവം അവൻ്റെ ഇടം ചൂസ് ചെയ്യുന്നതാണ്. ദൈവം അവൻ്റെ വാസസ്ഥലം തിരഞ്ഞെടുത്ത് അവിടേക്ക് ഇറങ്ങി വരുന്നതാണ്. അതാണ് ഇന്നും ഓരോ ദേവാലയത്തിലും നടക്കുന്നത്. നമ്മളൊരു വീട് പണിതിട്ട് കർത്താവിനെ വിളിക്കുന്നു എന്നുള്ളതല്ല. ദൈവം അവൻ്റെ വാസസ്ഥലം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിയമാവർത്തനം 12:5 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നമ്മൾ വായിക്കുന്നത്, തൻ്റെ നാമം സ്ഥാപിക്കുന്നതിനും തനിക്ക് വസിക്കുന്നതിനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. ദൈവം തിരഞ്ഞെടുത്ത, തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് അതെന്ന് ഓർക്കുക. ഇതിനെക്കുറിച്ച് സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു നിഴലാണെന്നാണ്. ഈ കൂടാരം, ഈ സമാഗമ കൂടാരം ഒരു നിഴലാണ്. ദൈവം വന്നിറങ്ങിയ സമാഗമ കൂടാരം. ശരിക്കും സംഭവിക്കാൻ പോകുന്ന എന്താ? ഹൃദയങ്ങളിലേക്കാണ് ദൈവം വരാൻ പോകുന്നത്. അതാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ കൂടാരത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നെങ്കിൽ പുതിയ നിയമം എത്തുമ്പോൾ ഹൃദയങ്ങളിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ, ഈ മേഘം ഇവരെ നിർണയിച്ചില്ല. ഇവരോടൊപ്പം ഈ മേഘം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നില്ലേ? അദ്ദേഹത്തിനെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഡൈനാമിക് ഗൈഡൻസ്. അപ്പോൾ നമ്മൾ ഓർക്കരുത്, എവിടെയോ ദൂരെ ഇരുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് അവിടെ ഇരിക്കുന്ന ഒരു കർത്താവ് അല്ലല്ല. ഹി വാക്സ് വിത്ത് അസ്, നമ്മുടെ കൂടെ നടക്കുകയാണ്. അതായത് ഈ യാത്രയിൽ സമാഗമ കൂടാരത്തെ പൊതിഞ്ഞ മേഘം, മഹത്വത്തിൻ്റെ ഈ ആവരണം ഇവരോടൊപ്പം യാത്ര ചെയ്തു. ഇവരുടെ യാത്രയെ നിർണയിച്ചു. നമ്മൾ കാണുന്നു, മേഘം അവിടെ തന്നെ നിന്നാൽ ഇവർ അനങ്ങുകയില്ല, ഇവർ യാത്ര ചെയ്യുകയില്ല. മേഘം ഉയർന്നാലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഇവരോടൊപ്പം ഇവരെ നയിച്ച് ഗൈഡ് ചെയ്ത് ദൈവം കൂടെയുണ്ട്. ഡൈനാമിക് ഗൈഡൻസ് ആണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത്രയും നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വചനം പഠിച്ചിട്ട് ഇനി ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരിക. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇതിനു മുമ്പ് പല ആവർത്തി ധ്യാനിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ഏശയ്യായിക്ക് ലഭിക്കുന്ന ദൈവദർശനമാണ്. യഥാർത്ഥത്തിൽ ഇത് ജെറുസലേം ദേവാലയത്തിലാണ് നടക്കുന്നത്. ജെറുസലേമിൽ നടക്കുമ്പോഴും അതിനുപരിയായ ഒരു ദൈവിക അനുഭവത്തിലേക്ക് ഏശയ്യ ഉയരുകയാണ്. ഒരു ട്രാൻസെൻഡന്റ് എർത്ത്ലി എക്സ്പീരിയൻസിന് മുകളിൽ ഒരു അനുഭവത്തിലേക്ക് ഏശയ്യ ഉയരുന്നു. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഏറ്റുപറയുന്ന ക്രോവേന്മാരെ, ശ്രാപ്പന്മാരെ ഏശയ്യ കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു 3 ഘട്ടം, വേഗം
ദേവാലയത്തിൽ നടക്കുന്ന ഒരു 3 കാര്യങ്ങൾ കൃത്യം നമുക്ക് മനസ്സിലാകും യെശയ്യായുടെ ഈ ദർശനത്തിൽ നിന്ന്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടും. 3-4 കാര്യങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടും. ഒന്നാമത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടും. രണ്ടാമത്തത് ശുദ്ധീകരണം നടക്കും, പ്യൂരിഫിക്കേഷൻ നടക്കും ദേവാലയത്തിൽ. യെശയ്യായുടെ പ്യൂരിഫിക്കേഷൻ നടന്നില്ലേ? ഇത് ഇനി നടക്കാനിരിക്കുന്ന കൗദാശികമായ ശുദ്ധിയാക്കലിൻ്റെ, സാക്രമെൻ്റൽ ക്ലെൻസിങ്ങിൻ്റെ നിഴലാണ് ഇവിടെ നടന്നത്. അപ്പോൾ കൂദാശ അല്ലെങ്കിൽ ശുദ്ധീകരണം നടക്കുന്നു. മൂന്നാമത്തത് കമ്മീഷൻ, ദൗത്യമേൽപ്പിച്ചു വിടുന്നു. കഴിഞ്ഞ മിഷൻ ഞായറിൽ നമ്മൾ ഈ ഭാഗം ധ്യാനിച്ചതാണ്. കമ്മീഷനിങ്, മിഷൻ ഏൽപ്പിച്ച് യെശയ്യായെ വിടുന്നു. അപ്പോൾ ഒന്ന്, ദൈവസാന്നിധ്യം വെളിപ്പെടും, ദൈവത്തിൻ്റെ പരിശുദ്ധി. അതാണ് ഹോളി ഹോളി ഹോളി, മാലാഖമാർ കീർത്തി. അതാണ് ഓരോ പരിശുദ്ധ കുർബാനും നമ്മൾ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനും ദൈവത്തെ ഏറ്റുപറയുന്നത്. ഈ സ്വർഗീയ ആരാധനയുടെ അനുഭവത്തെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. 2, പ്യൂരിഫിക്കേഷൻ. മൂന്നാമത്തത് കമ്മീഷനിങ്. സെൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് സഭാപിതാവ് പറയുന്നത്, ഈ തീക്കട്ടയില്ലേ, യെശയ്യായുടെ നാവിലേക്ക് വെച്ചു കൊടുത്ത തീക്കട്ട, അത് മിശിഹ തന്നെയാണ്. ഈ മിശിഹായാണ് നമ്മൾ ഇനി വിശുദ്ധീകരിക്കുന്നത്, പ്യൂരിഫൈ ചെയ്യുന്നത്, സാങ്ക്ടിഫൈ ചെയ്യുന്നത്. ഈ ടെമ്പിളിൽ നടക്കേണ്ട 3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത്: എൻകൗണ്ടർ, ദൈവത്തിൻ്റെ പരിശുദ്ധി കാണുക; എൻകൗണ്ടർ, പ്യൂരിഫിക്കേഷൻ ആൻഡ് മിഷൻ. എൻകൗണ്ടർ, പ്യൂരിഫിക്കേഷൻ ആൻഡ് മിഷൻ. ഇനി നമുക്ക് കൊറിന്തോസുകാർക്കുള്ള ലേഖനം എടുക്കാം. അപ്പോൾ മെല്ലെ ദേവാലയം വളർന്നു വരികയാണ്. അവിടെ ദൈവത്തിൻ്റെ മഹത്വം കൂടാരത്തിൽ വന്നിറങ്ങുന്നു. ഇവിടെ ആ ദൈവമഹത്വം അടുത്ത ഘട്ടത്തിലേക്ക് വളരുന്നു. എന്താ അത്? ആ ദൈവമഹത്വത്തെ കാണുന്ന യെശയ്യാ, ദേവാലയത്തിൽ ദൈവമഹത്വം ദർശിക്കുന്ന യെശയ്യാ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ പോകുന്നു. ആ വിശുദ്ധീകരണം പള്ളിയകത്തിരിക്കാനല്ല, മറിച്ച് മിഷൻ, ദൗത്യമേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം, സ്നേഹത്തിൻ്റെ പാട്ടാണ് 1 കൊറിന്തോസ് 13-ാം അധ്യായം. ശരിക്കും സമാധാനത്തോടെ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ഭാഗം. സ്നേഹമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ എന്ത് കാര്യം? ചിലമ്പുന്ന കൈത്താളമോ മുഴങ്ങുന്ന ചേങ്ങലയോ ആകട്ടെ, സ്നേഹമില്ലെങ്കിൽ എന്ത് കാര്യം? ഇവിടെ പഠിപ്പിക്കുന്നത് ഈ പൗലോസ്ലീഹ, നമുക്കറിയാം പൗലോസ്ലീഹയെ പോലൊരു ജീനിയസ്. ഇത്രയും എനിക്ക് അത്ഭുതമാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വൈഡ് റേഞ്ചിലുള്ള ടീച്ചിങ് തരാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ ഇന്നൊരു ആർട്ടിക്കിൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ, ഒരു പ്രസംഗം നമ്മൾ ഒരുങ്ങാൻ ശ്രമിക്കുമ്പോൾ, നമുക്കറിയാം ഒരു കണ്ടന്റ് ഒരുക്കിയെടുക്കാൻ നമ്മൾ എടുക്കേണ്ട എഫേർട്ട്. അപ്പോൾ അവിടെയാണ് പൗലോസ്ലീഹ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം, ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഈശോയിൽ അടിസ്ഥാനമിട്ട്, ഈശോയുടെ സുവിശേഷത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത് വൈഡായിട്ട് പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ ഭാഗം തന്നെ പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാകും. ഇത്രയും ഭാഗം ഒന്ന് കുറിച്ചു വെക്കുകയോ നിങ്ങളുടെ ബൈബിളിൽ അടയാളപ്പെടുത്തുകയോ ചെയ്യുക. 1 കൊറിന്തോസ് 3:16 നമ്മൾ കാണുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. അപ്പോൾ ഓരോ വ്യക്തിയും, പൗലോസ്ലീഹ പറയുന്ന ഓരോ വ്യക്തിയും ദേവാലയമാണെന്ന് പഠിപ്പിക്കുന്നു. ഇവിടെ 1 കൊറിന്തോസ് 3:16 യു ആർ ഗോഡ്സ് ടെമ്പിൾ എന്ന് പഠിപ്പിക്കും. അത് എത്ര അധ്യായത്തിലാണ്? 3-ാം അധ്യായത്തിൽ. പതുക്കെ വളരുകയാണ്. അടുത്തത് 1 കൊറിന്തോസ് 12 എത്തുമ്പോൾ എന്തായിരിക്കും അറിയാമോ? 12-ാം അധ്യായത്തിൽ സഭ മിശിഹായുടെ ശരീരമാണ്. സഭ തന്നെ, ഈ കൂട്ടായ്മ ദേവാലയമാകും. തൊട്ടടുത്ത അധ്യായം എത്തുമ്പോൾ, നമ്മൾ ഇന്ന് വായിക്കുന്ന 1 കൊറിന്തോസ് 13-ാം അധ്യായം എത്തുമ്പോൾ, ഈ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കുന്ന അനുഭവമാക്കി എന്തിനെ അവതരിപ്പിക്കും? സ്നേഹത്തെ. അതാണ് സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റോമും സെയിൻറ്റ് അഗസ്റ്റിനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. അതായത് സ്നേഹമില്ലെങ്കിൽ ഈ ഭവനം, ദൈവത്തിൻ്റെ ഈ ടെമ്പിൾ, ഈ ദേവാലയം ചേർന്നിരിക്കില്ല. അഗസ്റ്റിന് ഉപയോഗിക്കുന്ന വാക്ക് സ്നേഹമാണ് സിമൻ്റ് എന്നാണ്. ഓരോ കട്ടയും ചേർത്ത് വെച്ച് ദൈവസാന്നിധ്യം നമുക്കിടയിൽ വെളിപ്പെടുന്ന കൂടാരത്തെ പണിയുന്നത് സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ നമുക്കിടയിൽ ദൈവസാന്നിധ്യം വെളിപ്പെടില്ല എന്ന് പൗലോസ്ലീഹായും ജോൺ ക്രിസോസ്റ്റോം പിതാവും അഗസ്തിനോസും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവസാനം മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസിനെ സഭയുടെ പാറ, നിന്റെ മേൽ എൻ്റെ പള്ളി ഞാൻ പണിയും എന്ന് പറഞ്ഞ് സഭയെ കർത്താവ് ഒരുക്കുകയാണ്. സഭ എൻ്റെ വിഷൻ്റെ, എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് സഭ എന്ന് ഈശോ പറയുന്ന സ്ഥലമാണിത്. താക്കോല് തരും, ഈ പാറമേൽ എൻ്റെ പള്ളി പണിയും. എല്ലാം ഇങ്ങനെ സിംബോളിക് ലാംഗ്വേജ് ആണ്. പാറ
അത് പെർമനൻസ്, ഫെയ്ത്ത്, യൂണിറ്റി ഇതിനെയൊക്കെ സൂചിപ്പിക്കുകയാണ്. പാറ അനക്കമില്ലാതിരിക്കും. ഉറപ്പുള്ള പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും, വിശ്വാസമാകുന്ന പാറമേൽ. അതാണ് അടിത്തറ, വിശ്വാസം. എന്നിട്ട് താക്കോൽ ഏൽപ്പിക്കും. താക്കോൽ ഏൽപ്പിക്കുന്ന രണ്ട് കാര്യം. ഒന്ന്, നിന്നെ അതോറിറ്റി ഏൽപ്പിക്കും. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും കാണാം വത്തിക്കാൻ്റെ എംബ്ലത്തിലൊക്കെ അല്ലെങ്കിൽ റോമിൻ്റെ ചിഹ്നങ്ങളിലൊക്കെ എന്തുണ്ട്? താക്കോലുണ്ട്. താക്കോല് അതോറിറ്റിയെ സൂചിപ്പിക്കുന്നു. ഒപ്പം സ്റ്റിവാർഷിപ്പ്, കാര്യസ്ഥതയെ സൂചിപ്പിക്കുന്നു. താക്കോല് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഉടയവൻ നമ്മളാകുന്നില്ല. ഉടയവൻ കർത്താവാണ്. കാര്യസ്ഥതയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതോറിറ്റി ആൻഡ് സ്റ്റിവാർഷിപ്പാണ് ഈ താക്കോല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയാണ് ഈ 4 വായനകൾ ഓടിച്ചു പഠിച്ചു. എനിക്കറിയാം ലോങ് ആണ്, പക്ഷേ സ്റ്റിൽ ഒരു ഞായറാഴ്ചത്തെ വചനവിചിന്തനമായതുകൊണ്ട് 4 വായനകളിലൂടെ നടത്താൻ, ഒരു യാത്ര നടത്താൻ നമുക്ക് കഴിയുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അവസാനിപ്പിക്കാം. ഇതാണത്. ഇങ്ങനെ ചിന്തിച്ചേ. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടാരത്തിൽ വന്നു. അപ്പോൾ അവിടെ അഗ്നി കണ്ടു, മേഘം കണ്ടു. പുറപ്പാട് പുസ്തകത്തിലെ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന അങ്ങനെയാണ്. ഏശയ്യായിൽ ദൈവസാന്നിധ്യം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏശയ്യ അതേ ദൈവസാന്നിധ്യം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെന്തായിട്ട് മാറുന്നു? പരിശുദ്ധി കാണുന്നു, പരിശുദ്ധ അനുഭവം കിട്ടുന്നു. മിഷൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ദേവാലയം. ഈശോ സുവിശേഷം എത്തുമ്പോൾ ഈശോ വചനം മാംസമായി നമുക്കിടയിൽ വസിച്ചവൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിടയിൽ കൂടാരമടിച്ചവൻ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ളവൻ, ദേവാലയം. അപ്പോൾ ഈശോയാണ് സുവിശേഷത്തിലെ ദേവാലയം. ഇനി പെന്തക്കുസ്തായിൽ എന്ത് നടക്കും? പെന്തക്കുസ്തായിൽ വീണ്ടും ഒരു കൂട്ടായ്മയുടെ മേൽ അഗ്നി ഇറങ്ങും. അന്ന് പുറപ്പാടിൽ കൂടാരത്തിൻ്റെ മേൽ അഗ്നിമേഘം വന്നു നിന്നെങ്കിൽ പെന്തക്കുസ്തായിൽ എന്താ നടക്കുന്നത്? ഒരു കൂട്ടായ്മയുടെ മേൽ അഗ്നി ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. അതിൻ്റെ അർത്ഥം എന്താ? താഴെ ദേവാലയം പണി കഴിപ്പിക്കുകയാണ് കർത്താവ്. എന്താ ദേവാലയം? സഭ ദേവാലയമാകുകയാണ് പെന്തക്കുസ്തായിൽ. ഇനി കോറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ ഈ ദേവാലയത്തെ ചേർത്ത് പിടിക്കുന്ന ഘടകമായിട്ട് എന്തിനെ അവതരിപ്പിക്കുന്നു? സ്നേഹത്തെ അവതരിപ്പിക്കുന്നു. അതായത് 3 വാക്കുകൾ: പഴയ നിയമം, സുവിശേഷം, ലേഖനം. ഈ 3 ഇടങ്ങളിലൂടെ ദേവാലയം വളർന്ന ഒരു വളർച്ചയുണ്ട്. പഴയ നിയമത്തിൽ പ്ലേസ് ആണ് ദേവാലയം, സ്ഥലമാണ് ദേവാലയം. സുവിശേഷത്തിൽ വ്യക്തിയാണ് ദേവാലയം. വ്യക്തി ആര്? ഈശോ ദേവാലയമാകുന്നു. മൂന്നാമതെത്തുമ്പോൾ പീപ്പിളാണ്, കൂട്ടായ്മയാണ്, സഭയാണ് ദേവാലയം. ഒന്നോർത്ത് നോക്കിക്കേ. പഴയ നിയമത്തിൽ പ്ലേസ്, സുവിശേഷത്തിൽ പേഴ്സൺ, ആൻഡ് ഇൻ ദ ലെറ്റേഴ്സ് അത് പീപ്പിൾ. ദൈവജനം ദേവാലയമാകുന്നു. ആ ദേവാലയത്തെ ചേർത്ത് പിടിക്കുന്ന ഫാക്ടർ ലവ്, സ്നേഹമുണ്ടാകണം. സ്നേഹമാണ് ദേവാലയത്തെ. ഇത് സഭയുടെ പഠിപ്പിരികളിലെല്ലാം ഉണ്ട്. അത് CCCയിൽ 756, 757 ആർട്ടിക്കിൾസിലൊക്കെ സഭ ദൈവത്തിൻ്റെ ആലയം. ലൂമൻ ജെൻസിയും 6 ബിൽഡിംഗ് ഫൗണ്ടേഷൻ ആര്? ഫൗണ്ടേഷൻ അപ്പോസിൽസ്. കോർണർ സ്റ്റോൺ ആര്? ജീസസ് ക്രൈസ്റ്റ്. ബിൽറ്റ് ബൈ ഹിംസെൽഫ്, ജീസസ് ഹിംസെൽഫ്. ദൈവം പണി കഴിപ്പിച്ച കെട്ടിടമായിട്ട് സഭയെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പള്ളിക്കൂദാശ കാലം തിരുസഭയെ ധ്യാനിക്കുന്ന ഒരു കാലത്ത് സഭയെക്കുറിച്ച്, ദേവാലയത്തെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ നടത്തിയെന്നേ ഉള്ളൂ. പക്ഷേ ഇത് വീണ്ടും കേട്ട് ഈ കണക്ഷൻ കിട്ടുക, ദേവാലയം ഈ വേദപുസ്തകത്തിൽ വളർന്നു വന്നൊരു വളർച്ച, ഒരു സ്ഥലത്ത് നിന്ന് വ്യക്തിയിലൂടെ ഒരു സമൂഹത്തിലേക്ക് ദേവാലയം വളർന്നു. ഈ സമൂഹത്തിൽ ഇന്ന് വിശുദ്ധി ജീവിക്കേണ്ടത് സ്നേഹം, അകത്തും പുറത്തും. ഈ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ദേവാലയത്തെ വിസ്തൃതമാക്കേണ്ടത്. അതായത് ദേവാലയത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാകണം. പഴയ നിയമത്തിൽ കാണുന്നുണ്ട് കുറ്റി ഉറപ്പിക്കുകയും അതിരുകൾ വിശാലമാക്കുകയും ചെയ്യുക. സമാഗമ കൂടാരം പണിത് എങ്ങനെയാ? ഒരു കുറ്റി അടിച്ചു, അതിൻ്റെ ടെൻറ്റ് കെട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറ്റി ഉറപ്പിക്കണം. കർത്താവിൽ കുറ്റി ഉറപ്പിച്ചിട്ട് അതിരുകൾ വിശാലമാകണം. അതിരുകൾ വിശാലമാകാൻ ദൈവകൃപ നമുക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് സ്നേഹം. സ്നേഹത്താൽ അതിരുകളെ വിശാലമാക്കി ലോകം മുഴുവനെയും ഈ ദേവാലയത്തിൻ്റെ ഭാഗമാക്കണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൻ്റെ തിരുസഭയുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഇടമായ തിരുസഭയിൽ എന്നെയും അംഗമാക്കി ചേർത്ത കാരുണ്യത്തിന് നിനക്ക് നന്ദി. സ്നേഹത്തിൻ്റെ ജീവിതം ജീവിക്കുവാനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ദൈവാരാധനയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനും എന്നെ നീ ഉപകരണമാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും
എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.